മലപ്പുറം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. വളാഞ്ചേരി നഗരസഭയിൽ ഇതുവരെ 3 ദിവസങ്ങളിലായി 183 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. ആദ്യ ദിനം 15 പത്രികകൾ ലഭിച്ചു. രണ്ടാം ദിനമായ വ്യാഴാഴ്ച 91 പേരും മൂന്നാം ദിവസമായ വെള്ളിയാഴ്ച 77 പത്രികകളും വളാഞ്ചേരി നഗരസഭയിൽ ലഭിച്ചു. മലപ്പുറം ജില്ലയിലാകെ ഇതുവരെ 10,000-ഓളം പത്രികകൾ ലഭിച്ചതായാണ് അനൌദ്യോഗിക കണക്ക്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച നടക്കും. 27 വരെയാണ് പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി. ഓരോ സ്ഥാനാർത്ഥിയും 3 സെറ്റ് പത്രികകളാണ് നൽകുക. ഓരോ സ്ഥാനാർത്ഥിക്കും ഡമ്മി സ്ഥാനാർത്ഥികളും 3 സെറ്റ് പത്രിക നൽകും. പത്രിക നൽകി പരിശോധന കഴിഞ്ഞാൽ പണമടച്ച് രസീത് വാങ്ങി സമർപ്പിക്കണം. രസീതിന്റെ ഒരു പകർപ്പ് സ്ഥാനാർത്ഥിയും സൂക്ഷിക്കണം. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞാൽ 24-ന് തിങ്കളാഴ്ച സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കും. പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പിന് 3 സെറ്റ് വോട്ടിംഗ് മെഷീനുകളാണ് ഉണ്ടാകുക. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടിംഗാണ് പഞ്ചായത്ത് തലത്തിൽ നടക്കുക. നഗരസഭാ പ്രദേശങ്ങളിൽ ഒരു വോട്ടിംഗ് മെഷീനാണ് ഉണ്ടാകുക. മലപ്പുറം ജില്ലയടക്കം വടക്കൻ കേരളത്തിൽ ഡിസംബർ 11-നാണ് വോട്ടെടുപ്പ്. 13-ന് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. ഡിസംബർ 21-നകം പുതിയ ഭരണസമിതി അധികാരത്തിലെത്തണമെന്നാണ് ചട്ടം. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.